പാലോട് ഡിപ്പോയിലെ KSRTC ഡ്രൈവർ ജയപ്രകാശ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് ഹാജരായ സമയത്ത് ബ്രീത്ത് അനലൈസർ വെച്ച് പരിശോധിച്ചപ്പോൾ മദ്യത്തിന്റെ അംശം കൂടുതലാണെന്ന് കണ്ടെത്തിയതായാണ് പറയുന്നത്. എന്നാൽ ജീവിതത്തിൽ ഇതുവരെയും മദ്യപിക്കാത്ത ആളാണ് താനെന്നും സ്റ്റേഷൻ മാസ്റ്ററും മറ്റു ജീവനക്കാരും അനാവശ്യമായി തന്നെ പീഡിപ്പിക്കുന്നതായും ജയപ്രകാശ് പറയുന്നു. ഡ്യൂട്ടി ഹാജരായി എൻ്റെ കാർഡ് വാങ്ങിയതാണ്. കാർഡ് വാങ്ങിയതിനു ശേഷം ബർത്ത് അലൈനൻസ് വെച്ച് ഊതിയപ്പോൾ എനിക്ക് 16 കാണിക്കുന്നു. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളല്ല. ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യപിക്കാത്ത എന്നെ പീഡിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് സ്റ്റേഷൻ മാസ്റ്ററും മറ്റെല്ലാവരും കൂടെ പിന്നെ പീഡിപ്പിക്കുന്നു. ഞാൻ മദ്യപിക്കുന്ന ഒരു ആളായിരുന്നുവെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇന്നേ വരെ ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്. എന്നെ ഇതിനു വേണ്ടി ഇവിടെ ഇന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടാണ് ചെയ്തത്. അതേസമയം മറ്റുള്ള ഡ്രൈവർമാരെ പരിശോധിച്ചപ്പോൾ ഇതേ അനുഭവം ഉണ്ടായിട്ടും അവരെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിച്ചതായാണ് ജയപ്രകാശ് പറയുന്നത്. മെഷീൻ കേടാണെന്ന് അറിയിച്ചിട്ടും അത് കാര്യമാക്കിയില്ല. മെഷീന്റെ കാര്യം പറഞ്ഞ് DTOയ്ക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പോലീസിലും ആശുപത്രിയിലും മെഡിക്കൽ എടുക്കാൻ പോയെങ്കിലും പരിശോധന നടത്താൻ സാധ്യമല്ലെന്ന് പറഞ്ഞതായും ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട്. നീതി കിട്ടും വരെ നിരാഹാരമിരിക്കാനാണ് ജയപ്രകാശിന്റെ തീരുമാനം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.